നമ്മുടെ ഗോവിന്ദൻ മാഷ്, അതായത് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, സഖാക്കൾക്ക് പണത്തോട് വലിയ ആർത്തി എന്ന്. സഖാക്കൾക്ക് പണത്തോട് വലിയ ആർത്തി ഉണ്ടെങ്കിൽ അത് മേലെ തട്ട് മുതൽ താഴോട്ട് നോക്കണം, താഴെ നിന്ന് മുകളിലോട്ട് നോക്കിയാൽ പോരാ. എല്ലാ സഖാക്കൾക്കും ഇത് ബാധകമാണ്. ഓരോരുത്തർ ഓരോ ബിസിനസ്സും വ്യാപാരവും എന്നൊക്കെ പറഞ്ഞ് പണം തട്ടിയെടുക്കുമ്പോൾ, ഓരോ വലിയ കമ്പനികളിൽ നിന്നൊക്കെ പണം അടിച്ചെടുക്കുമ്പോൾ അത് മനസ്സിലാക്കണം. ഇതുപോലുള്ള ഇതെല്ലാം അഴിമതിയാണ്. സഖാക്കൾക്ക് ആർത്തിയാണ് പണത്തോട്. ശരിയാണ്. അത് ഗോവിന്ദൻ മാഷ് ഇപ്പോഴാണോ മനസ്സിലാക്കുന്നത്? എനിക്കറിയില്ല. എത്രയോ നാളുകൊണ്ട് സഖാക്കൾക്ക് ഈ ആർത്തിയുണ്ട്. ഇപ്പൊ കണ്ട ആർത്തി കണ്ടില്ലേ? ഇതേപോലെ PSC മെമ്പർഷിപ്പ് സാധനം വിറ്റ് കാശ് വാങ്ങാൻ, അത് നേതാക്കളുടെ കീശയിലേക്ക് പണം പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമല്ലേ നമ്മളിപ്പോൾ കണ്ടത്. കാരണം ആ ലിസ്റ്റ് വന്നപ്പോൾ അയാളുടെ പേരില്ല. അതിന് മുമ്പേ 22 ലക്ഷം രൂപയും കൊടുത്തിട്ടിരിക്കുകയാണ്. 60 ലക്ഷം കൊടുത്താൽ മതി, ഇനി ബാക്കി പണം പിന്നെ കൊടുത്താൽ മതിയല്ലോ എന്നുള്ള ധാരണ. കിട്ടുമ്പോൾ കൊടുക്കാം എന്ന് വിചാരിച്ച്, ഇത് കിട്ടുമ്പോൾ, ഈ ജോലി കിട്ടുമ്പോൾ കൊടുക്കാം എന്നുള്ള ധാരണയിലാണ്. ഇതുപോലെ ഇവനെയൊക്കെ ഇത് തിരഞ്ഞെടുത്ത് കയറ്റി വിട്ടിട്ട് എന്താ കാര്യം? പിന്നെ ഗോവിന്ദൻ മാസ്റ്ററോട് എനിക്ക് വലിയ ഒരു കാരണം ഒരു കാര്യം, അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് തോന്നുന്നത്, ഇത് ഇപ്പോഴെങ്കിലും ഒരു ശകലം സത്യം പറയാനായിട്ടുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ്. സഖാക്കൾക്ക് പണത്തോട് ആർത്തി. സഖാവെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം സഖാക്കളാണല്ലോ. അത് നേതാക്കളായാലും അണികളായാലും എല്ലാം സഖാക്കളാണ്. അപ്പോൾ താഴേന്ന് മുകളിലോട്ട് വെട്ടുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴോട്ടെന്ന് വരട്ടെ എന്ന് അദ്ദേഹം ചിന്തിക്കുക. അത്രയേ ഉള്ളൂ പറയാൻ.